Hi all, I am Dr. Anil. നമ്മൾ UGC നെറ്റ് പരീക്ഷയുടെ തയ്യാറെടുപ്പിലേക്കാണ് ഇപ്പോൾ നമ്മളെല്ലാവരും UGCക്ക് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ UGC ഒരു വളരെ വലിയ വർഷങ്ങളായി ഏറ്റവും കൂടുതൽ അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ തയ്യാറെടുക്കുന്ന ഒരു പരീക്ഷയാണ് UGC. ഈ UGC പരീക്ഷ അഭിമുഖീകരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെ UGC പരീക്ഷയെ സമീപിക്കണം, എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് കരസ്ഥമാക്കാം, വലിയ അധ്വാനമില്ലാതെ നമുക്കിതെങ്ങനെ കരസ്ഥമാക്കാം എന്നതിനെക്കുറിച്ച് വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്താണ് UGC അല്ലെങ്കിൽ എങ്ങനെയാണ് UGC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്? നമുക്കെല്ലാം അറിയാം, UGC നെറ്റ് എക്സാമിനേഷന് 2 പാർട്ടാണ്, 2 പേപ്പറാണ്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1 എന്ന് പറയുന്നത് പൊതുവിൽ അതായത് ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്, അതായത് അതിൽ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് നമുക്ക് അധ്യാപകനാകാനുള്ള, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു കഴിവ്, എൻ്റെ മനസ്സിലിരിക്കുന്ന കണ്ടന്റ്, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എൻ്റെ ഉള്ളിലുള്ള അറിവ് നമ്മുടെ മുമ്പിൽ ഒന്നും അറിയാത്ത കുറേ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുറേ കുഞ്ഞുങ്ങൾക്ക് അത് എങ്ങനെ അത് പകർന്നു കൊടുക്കാം, അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ നമുക്കത് ഇഫക്റ്റീവ് ആക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ഈ കോൺസെപ്റ്റിനെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള പൂർണ്ണ രൂപം അതേ രൂപത്തിൽ തന്നെ, അതായത് ഭാവവ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ അർത്ഥവ്യത്യാസമില്ലാതെ അത് അവരുടെ മനസ്സിലേക്ക് അത് എങ്ങനെ എത്തിക്കാം, അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്കത് ട്രാൻസ്ഫോം ചെയ്യാം എന്നത് ഒരു ഏറ്റവും നല്ല അധ്യാപകൻ്റെ കഴിവാണ്. ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സെൻറ്റൻസുകളിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എത്ര കഠിനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണെങ്കിലും അതിനെ നമുക്ക് വളരെ ഇഫക്റ്റീവായി കുട്ടികൾക്ക് സന്തോഷപ്രദമായ രീതിയിൽ അവർക്ക് വളരെ ഹാപ്പിനെസ്സോടുകൂടി അവർക്കത് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എനിക്ക് അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് അത് ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ ഞാനൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള അധ്യാപകനാണെന്ന് പറയേണ്ടി വരും. 34 വർഷമായി അധ്യാപന രംഗത്ത് നിൽക്കുന്ന ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് തയ്യാറെടുക്കുന്ന പുതിയ അധ്യാപകരാകാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ചില ഉപദേശങ്ങളുണ്ട്. അതിലൊന്ന്, നെറ്റ് എങ്ങനെ വളരെ ഈസിയായി അല്ലെങ്കിൽ വളരെ ഇഫക്റ്റീവായി നമുക്ക് പെട്ടെന്ന് നമുക്കത് പാസ്സായി വരാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. UGC അഥവാ UGC നെറ്റ്, ഇതിൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. ഒന്ന്, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് എല്ലാ കോളേജുകളിലേക്കും അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമനത്തിനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ തന്നെയാണ് നെറ്റ്. അപ്പോൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ PhD ഒന്നും ആയില്ലെങ്കിൽ തന്നെ നമുക്ക് അധ്യാപകരാകാനുള്ള യോഗ്യതയായി. പിന്നെ അതുപോലെ തന്നെ JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് ആ ഒരു കാറ്റഗറി, ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട്, എന്നാലും ആ ഒരു കാറ്റഗറിക്കും, പിന്നെ അതുപോലെ തന്നെ റിസർച്ച് എന്ന് പറഞ്ഞൊരു പൊതുമേഖലയിലേക്ക്, അതായത് എത്ര പ്രായം ചെന്നാലും നമുക്ക് റിസർച്ച് ചെയ്യാവുന്നതാണ്, PhDക്ക് പോകാവുന്നതാണ്. അപ്പോൾ PhD മുൻകാലങ്ങളിൽ അതാത് സർവകലാശാലകൾ, അതായത് യൂണിവേഴ്സിറ്റികൾ പ്രത്യേകമായി അവർ എൻട്രൻസ് എക്സാംസ് നടത്തിയിരുന്നു ഇതിന് വേണ്ടിയിട്ട്, അതായത് റിസർച്ചിന് വേണ്ടിയിട്ട്, PhDക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് UGC കൊടുത്തിരിക്കുന്ന ഗൈഡ് ലൈൻസ് അതല്ല. നെറ്റ് സ്കോർ മതി, അതായത് നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കോറിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് റിസർച്ച് ചെയ്യാവുന്നതാണ്, PhDക്ക് എൻറോൾ ചെയ്യാവുന്നതാണ് എല്ലാ പ്രായത്തിലും. അതും നമ്മളതിനകത്ത് ഓർക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, UGC അഥവാ UGC നെറ്റിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് 2 പാർട്ടാണ്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1
നമുക്കെല്ലാം അറിയാം, ആദ്യം ടീച്ചിങ് സ്കില്ലാണ്, അഥവാ ഒരു നല്ലൊരു അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളെക്കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറഞ്ഞു വരുന്നത്. അതിൻ്റെ ടീച്ചിങ് സ്കില്ല്, പിന്നെ അതുപോലെ റിസർച്ച് സ്കില്ല്, അതായത് റിസർച്ച് മെത്തഡോളജിയെക്കുറിച്ച്, എന്താണ് റിസർച്ച്, എന്തൊക്കെ തരത്തിലുള്ള റിസർച്ചുകളുണ്ട്, അതിനുണ്ടായിരിക്കേണ്ട ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിസർച്ച് മെത്തഡോളജി എന്ന ഒരു ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, DI എന്ന് പറയും, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി, അതിനകത്ത് ആ പോർഷനും നമ്മുടെ സിലബസിനകത്ത് വരുന്നുണ്ട്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ടീച്ചിങ് ടെസ്റ്റുകളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 100 മാർക്കിനാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. മറ്റൊന്ന് പേപ്പർ 1 തന്നെ, പേപ്പർ 1 ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പേപ്പർ 1 തുടങ്ങുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലാണ്, രണ്ടാമത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്, പിന്നെ വന്നിട്ട് DI എന്ന് പറഞ്ഞു, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞു, പിന്നെ ICT ആണ്, അതായത് അത് ഇൻഫർമേഷൻ ടെക്നോളജി തന്നെയാണ്. പിന്നെ കമ്മ്യൂണിക്കേഷനും റീസണിങ്ങും, അതായത് ലോജിക്കൽ റീസണിങ്ങും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും അടങ്ങുന്നതാണ് പേപ്പർ 1 എന്ന് പറയുന്ന പോർഷൻ. അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആണ് ഉള്ളത്? ഒരുപാട് തരം ടീച്ചിങ് മെത്തേഡ്സ് ഇന്നിപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പണ്ടത്തെ മാതിരി ചോക്കും ബോർഡും അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്ന രീതികളൊക്കെ പോയി. ഇന്നിപ്പോൾ കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പ്രാക്ടിക്കൽ ലേണിങ്ങിലൂടെ, അതായത് നമ്മൾ കേസ് സ്റ്റഡികളും മറ്റുമെല്ലാം കൊടുത്ത് അത് വായിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ കേസുകൾ നമ്മൾ കൊടുത്ത് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച്, അങ്ങനെയൊക്കെയാണ് ഇന്നിപ്പോൾ ക്ലാസ്സുകളൊക്കെ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അതേക്കുറിച്ചൊക്കെയുള്ള ഒരു പൊതുവിജ്ഞാനം വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ നെറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ആവശ്യമാണ്. എന്തൊക്കെ തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആണ് ഇന്ന് പ്രായോഗിക തലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ സിമുലേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ കേസ് സ്റ്റഡികൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തമായി ഒരു ഉദ്യോഗാർത്ഥി ഇതിനെക്കുറിച്ചൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ലേണറുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതായത് വിദ്യാർത്ഥി, അതായത് പഠിക്കാനിരിക്കുന്ന ആളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിപ്പിക്കാൻ പോകുന്ന ആളും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകനും പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്സും നമുക്ക് ഇതിനകത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇവാലുവേഷൻ നടത്തുന്നത്, അതായത് നമ്മൾ പരീക്ഷ എന്ന് പറഞ്ഞു, ഇവാലുവേഷൻ്റെ സ്കീംസ് എന്തൊക്കെയാണ്, അതിനകത്ത് ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, എല്ലാ കുട്ടികളെയും, അതായത് മിനിമം മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട്, കൂടുതൽ മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട്, സ്വന്തമായി കാര്യങ്ങൾ വായിച്ചും അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ ഒരുപാട് മീഡിയകളൊക്കെ ഉണ്ട്, അപ്പോൾ അതിലൂടെയൊക്കെ മനസ്സിലാക്കുന്ന ഒരുപാട് തരം വിദ്യാർത്ഥികളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇതിലെല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒരു പരീക്ഷാക്രമമാണ്, ഒരു ഇവാലുവേഷൻ സിസ്റ്റമാണ് നമ്മൾ ഇന്നിപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇവാലുവേഷൻ സിസ്റ്റം ഇതിനകത്ത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ ഇവാലുവേഷൻ സിസ്റ്റത്തെക്കുറിച്ച് അറിയണം, എന്തൊക്കെ തരത്തിലുള്ള ഇവാലുവേഷൻസ് ആണ്. അതുപോലെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനം കമ്മ്യൂണിക്കേഷനാണ്. കാരണം എനിക്കൊരു കാര്യം അറിയാം, എനിക്കൊരു കോൺസെപ്റ്റ് നന്നായിട്ട് അറിയാം, പക്ഷെ ഞാനിത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലായി എന്ന് എനിക്ക് ബോധ്യം വരണം. നമ്മൾ പറയാറുണ്ട്, വിദ്യാർത്ഥികളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ നോക്കിയാൽ ഒരു അധ്യാപകന് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതൊക്കെ അയാൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ത്രൂ എക്സ്പീരിയൻസ് കുറേയൊക്കെ നമുക്ക് അതിലൂടെ സാധിക്കും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ സാങ്കേതികപരമായും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ കുറിച്ചും ഒക്കെ ഈ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിപ്പിക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് ജന്മസിദ്ധമായി ദൈവസിദ്ധമായി കിട്ടിയിട്ടുള്ള കഴിവ് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു UGC നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി ഇതിൻ്റെ ജന്മസിദ്ധമായ കഴിവുകളെക്കുറിച്ചല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് ടീച്ചിങ്
ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ കുട്ടികളെ കൊണ്ട് കൂടുതലായി റിസർച്ച് ചെയ്യിപ്പിക്കുക, അതായത് നമ്മളൊരു ബേസിക് നോളജ് കൊടുത്താൽ, ഒരു കണ്ടന്റ് നമ്മൾ അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക്, അതായത് അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം, അതിൻ്റെ ആപ്ലിക്കേഷൻ, അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം, അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു റിസർച്ച് ലെവലിലാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ട് കൂടുതലായി പ്രോജക്റ്റ് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഇന്ന് കാണാറുണ്ട്. ഒരുപാട് തരം പ്രോജക്ട്സ് നമ്മൾ കൊടുക്കാറുണ്ട്, മിനി പ്രോജക്ട്സ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ലൈവ് പ്രോജക്റ്റുകൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. മിക്കവാറും സബ്ജക്ട്സിലൊക്കെ, പ്രത്യേകിച്ച് കൊമേഴ്സിലൊക്കെ ഈ ലൈവ് പ്രോജക്ട്സിനൊക്കെ ഒത്തിരി സ്കോപ്പ് ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ അക്കൗണ്ടൻസി ഒക്കെ എല്ലാം അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നു. അപ്പോൾ അതിനെ പ്രായോഗിക തലത്തിൽ ഇത് ഒരു ക്യാഷ് ബുക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ ഒരു വൗച്ചർ ഉണ്ടാക്കാനോ ഒക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ വെറുതെ ക്ലാസ്സിൽ ഇരുത്തിയല്ല, മറിച്ച് നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് അയച്ച് അവിടെ ക്യാഷ് ബുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ക്യാഷ് ബുക്കും അതുപോലെ തന്നെ ഓർഗനൈസേഷൻസ് കീപ്പ് ചെയ്യുന്ന ക്യാഷ് ബുക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ലൈവ് പ്രോജക്ട്സുകളൊക്കെ ഉണ്ടാക്കണം. നമ്മൾ അധ്യാപകരുടെ ജോലിയാണ്, നമ്മൾ ലൈവ് പ്രോജക്ട്സ് കണ്ടെത്തണം. ഓരോ ടോപ്പിക്കും പഠിപ്പിക്കുമ്പോൾ അതിൽ ഏതൊക്കെ തരത്തിലുള്ള ലൈവ് പ്രോജക്ട്സ് കൊടുക്കാമെന്നും. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനകത്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനകത്ത് എന്തൊക്കെയാണ് റിസർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ടൈപ്സ് ഓഫ് റിസർച്ച് വി ആർ ഹാവിങ്, അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള റിസർച്ചുകളാണ് നമുക്കുള്ളത്, അതുപോലെ തന്നെ എന്താണ് റിസർച്ച് മെത്തേഡ്സ് എന്തൊക്കെയാണ്, വാട്ട് ഓൾ ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ്. ഞാൻ ഇതിലേക്കെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് റിസർച്ച് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ സാമ്പിളിംഗ് എങ്ങനെയാണ് നടത്തേണ്ടത്, പിന്നെ അതുപോലെ റൈറ്റിംഗ്, തീസിസ് എങ്ങനെയാണ് എഴുതേണ്ടത്, തീസിസ് എഴുതുന്നതിന് ഫോർമാറ്റുകളുണ്ട്, പിന്നെ തീസിസിന് ഒരുപാട് ഗൈഡ് ലൈൻസുകളുണ്ട്. ഓരോ കോളേജുകൾക്കും ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായിട്ടുള്ള ചില ഫോർമാറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫോർമാറ്റുകളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ പരിചയപ്പെടുത്തേണ്ടതായിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് അത് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഞാൻ ഈ ഫസ്റ്റ് പേപ്പറിൻ്റെ സിലബസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അടുത്ത് പറഞ്ഞു വരുന്ന ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ DIA കുറിച്ചാണ്. അപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് ആദ്യത്തെ ഈ പറഞ്ഞ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കുറേ വായിച്ചറിവോ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ കിട്ടുന്ന നോട്ട്സിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് വളരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില ടിപ്പുകളുണ്ട്, ചില എളുപ്പ വഴികളുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സ് ഉണ്ട്. ആ ടിപ്സിലേക്ക് വരികയാണെങ്കിൽ, ആ ടിപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ 1-2 ടിപ്സ് ഇപ്പോൾ തന്നെ പറയാം. ഉദാഹരണത്തിന് ഈ ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ചിലപ്പോൾ കുറച്ച് വലുതായിരിക്കും. അതായത് ചിലപ്പോൾ 1-2 പാരഗ്രാഫ് തന്നെ ആ ഡേറ്റയ്ക്ക് സൈസ് കാണും, അല്ലെങ്കിൽ കുറച്ച് വലിയ ഡേറ്റ ആയിരിക്കും. ഇത് മുഴുവൻ വായിച്ചു നോക്കി ആൻസർ ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അത് അബദ്ധമാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇത് മുഴുവൻ വായിച്ചു നോക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിനുവേണ്ടി ഒരുപാട് സമയം നമ്മൾ ഡേറ്റ വായിച്ചു നോക്കി ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് എടുക്കരുത്. മറിച്ച് നമ്മൾക്ക് അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അപ്രോക്സിമേഷൻ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മളിപ്പോൾ 3/4 of 100 എന്ന് പറഞ്ഞാൽ 100ൻ്റെ 4/3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും 75. അതേസമയത്ത് ഇതിപ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, അതേസമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ 89 എമൗണ്ട്, 100 അല്ല. അപ്പോൾ 100ൻ്റെ 4/3 എന്ന് പറഞ്ഞാൽ 75 ആൻസർ പെട്ടെന്ന് കിട്ടി നിങ്ങൾക്ക്. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ കാണുന്ന എമൗണ്ട് 100 അല്ല, 81 എന്ന് വിചാരിക്കുക, 81 എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 81ൻ്റെ 4/3, 81ൻ്റെ 4/3 നിങ്ങൾ എഴുതി കണക്ക് കൂട്ടി എടുക്കാൻ സമയം എടുക്കരുത്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സമയം എടുക്കരുത്. പെട്ടെന്ന് നമ്മൾ ഒരു അപ്രോക്സിമേഷനിലേക്ക് പോകണം. 81 ആണല്ലോ നമ്പർ. 80ൻ്റെ 4/3, 80ൻ്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര വരും എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. പ്രയാസം തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കൂ. 100ൻ്റെ 4/3 എത്ര വന്നു? 75. അപ്പോൾ ഈ 81ൻ്റെ 4/3 ഏകദേശം 75നോട് അടുത്തൊരു ആൻസർ ആയിരിക്കും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒരു കാര്യം ആദ്യമേ പറഞ്ഞോട്ടെ, ഇതെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എല്ലാം MCQs ആണ്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ MCQs ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഉത്തരം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിൽ അപ്രോക്സിമേഷനിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു എങ്കിലും
റിയലി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ്സിനുള്ളിൽ ആൻസർ കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾക്കറിയാം. ചിലപ്പോൾ ഈ 81 4 3 ഒരു ആൻസർ ചിലപ്പോൾ 40 45 മറ്റോ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ആൻസർ വെട്ടിക്കളയാം. കാരണം അത് നമ്മുടെ ആൻസർ അല്ല. അത് നമുക്ക് പെട്ടെന്ന് നമ്മളതങ്ങ് മാറ്റി, ആ ഓപ്ഷൻ പോയി. ഇനി നമ്മുടെ 3 ഓപ്ഷൻസേ നമുക്ക് നോക്കാനുള്ളൂ. അടുത്തൊരെണ്ണം 60 സംതിങ്ങോ മറ്റോ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നോക്കണം. 60-ന് ചാൻസ് ഉണ്ട്. കാരണം 81 നമ്മുടെ ഫിഗർ. 81-ന്റെ 4-ൽ 3, മുക്കാൽ ഭാഗം അതിൻ്റെ 4-ൽ 3. അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാനോ ഒന്നിനും മെനക്കെടണ്ട. ഒരു കാര്യം വളരെ പെട്ടെന്ന് നമ്മളൊരു ബ്രെയിൻ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 80 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുക. 80/4 എത്രയായി? 80/4 20. 20 × 3 60. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്ട് 60-നോട് അടുത്ത് വരുമെന്ന് ഉറപ്പാണ്. അതായത് 60, 61, 62 ഈ ഒരു ആൻസർ ഈ 4 എണ്ണത്തിനകത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായി. നിങ്ങൾ ഇത് ചെയ്ത് സമയം കളയാനായിട്ട് നിൽക്കാതെ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ അപ്രോക്സിമേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഈ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ഒരുപാട് തരം ചാർട്ടുകൾ, അതായത് ബാർ ഡയഗ്രംസ്, പൈ ചാർട്ടുകൾ, അതുപോലെ ലൈൻ ചാർട്ടുകൾ, ഒജീവ് ഗ്രാഫ്സ്, ഇതെല്ലാം നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ഇങ്ങനെയുള്ള, അതായത് ഡേറ്റ, ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞെന്താണ്, ഡേറ്റ വിഷ്വലൈസേഷനാണ്. നമ്മളിന്നിപ്പോൾ പവർ ബി ഐയുടെ ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ പവർ ബി ഐയിലൊക്കെ നമുക്ക് വളരെ 3D 2D മാത്രമേ, ഇപ്പോൾ 3D അനിമേറ്റഡ് പിക്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അതും ഇൻ സെക്കൻഡ്സ് നമുക്ക് ലഭ്യമാണ്. വേണ്ട പവർ ബി ഐ ഒന്നും വേണ്ട, ഇപ്പം തന്നെ നമ്മൾ ഈ എക്സൽ ഷീറ്റിൽ തന്നെ നമുക്ക് ഇതെല്ലാം അവൈലബിൾ ആണ്. അഡ്വാൻസ്ഡ് എക്സൽ അറിയാത്ത കുട്ടികൾ ആരുണ്ട്? ആരുമില്ല. അപ്പോൾ ഇതുപോലുള്ള ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻസിൽ ടേബിള്, ഗ്രാഫ്, ചാർട്ട് ഇവ തന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഡേറ്റ ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ആ ഡേറ്റ വിഷ്വലൈസ്ഡ് ഫോം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷ്വൽ ഫോർമാറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഗ്രാഫുകളൊക്കെ ആകുമ്പോൾ വിഷ്വൽ ഫോർമാറ്റുകളാണ്, നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും അതിൽ നിന്ന്. അപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് വളരെ ഫാസ്റ്റായിട്ട് അനലൈസ് ചെയ്യാനുള്ള ടൂൾസ്, ടെക്നിക്സ് ഉണ്ട്. നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പഠിക്കുന്ന സമയത്ത് സമയം കൂടുതൽ എടുക്കും. പക്ഷേ ഇത് നിങ്ങൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്യാനും 100% നമുക്കിതിന് സ്കോർ ചെയ്യാനും ഈ DI എന്ന് പറയുന്ന പാർട്ടിൽ നമുക്ക് 100 മാർക്കും മേടിക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു 1-2 അതിനു വേണ്ടുന്ന ചില ടിപ്പുകൾ അടങ്ങുന്ന 1-2 ക്ലാസ്സുകൾ മാത്രം മതി. അതിലൂടെ നിങ്ങൾക്ക് അത് വളരെ ഈസി ആക്കി തരാനായിട്ട് എനിക്ക് സാധിക്കും. നമുക്കത് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്കത് നോക്കിക്കൊള്ളാം. അതുപോലെ തന്നെ പെർസെൻറ്റേജുകൾ, റേഷ്യോകൾ, ഈ പെർസെൻറ്റേജും റേഷ്യോ ഒക്കെ നമുക്ക് തരുന്നത് ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ആണ്. അതായത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ക്ലാസ്സിൽ 80% കുട്ടികൾക്ക് 80% മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആണ്. 50% കുട്ടികൾ, ഇപ്പോൾ ആ ക്ലാസ്സിൽ 46 കുട്ടികൾ ഇരിക്കുന്നു. അപ്പോൾ ഒരു ടീച്ചർ പറയുകയാണ് 24 കുട്ടികൾ 50% മാർക്ക് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഇമ്പാക്റ്റ് അല്ല 50% കുട്ടികൾക്ക് മേലെ എല്ലാവരും എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. പെട്ടെന്ന് ആ പെർസെൻറ്റേജിൽ തന്നെ, അല്ലെങ്കിൽ അതുപോലെ ഒരു റേഷ്യോ പറഞ്ഞാൽ ആ റേഷ്യോയിൽ തന്നെ, കാരണം 50% റേഷ്യോ ആണ്, 50% ആ റേഷ്യോയിൽ തന്നെ, അല്ലെങ്കിൽ 1/2, അതായത് ആകെയുള്ള കുട്ടികളുടെ പകുതി 50% കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഡേറ്റ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇസ് കോൾഡ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ അതിനകത്ത് പെർസെൻറ്റേജുകൾക്കും റേഷ്യോ കാൽക്കുലേഷൻസിലും ഒക്കെ വലിയ സ്ഥാനമുണ്ട്. ഇതൊക്കെ നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യുന്ന ഒരു പാർട്ട് ഇതിനകത്തുണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അവിടെ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഉള്ളതാണ് ICT. ICT എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പോൾ എന്താണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി? ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് ക്ലാസ് റൂമുകളിൽ ICTക്ക് വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. ഒരുപാട് അധ്യാപകർ ഈ ICTയുടെ എല്ലാ ടൂൾസും ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ക്ലാസ്സിനകത്ത് കൊണ്ടുവന്ന ലാപ്ടോപ്പുകൾ അധ്യാപകർ എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങി. കുട്ടികൾ കൊണ്ടുവന്ന് തുടങ്ങിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ മോഡേൺ വേൾഡ്. സോ അപ്പം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ
ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ യൂസ് ഓഫ് കമ്പ്യൂട്ടർ, ഇന്നിപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്ത ടീച്ചേഴ്സ് ഇല്ല. ലാപ്ടോപ്പും വിദ്യാർത്ഥികളുടെ കയ്യിൽ ലാപ്ടോപ്പാണ്. ഹയർ എഡ്യൂക്കേഷനിൽ കുട്ടികൾ ക്ലാസ്സിൽ വരുന്നത് വൈഫൈ ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ്. അധ്യാപകർക്ക് അതൊരു വെല്ലുവിളിയാണ്. കാരണം നമ്മൾ ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഇവർ ഇത് ലൈവായിട്ട്, പ്രത്യേകിച്ച് അറിയാമല്ലോ, ChatGPT ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഇതാണ്. അതുപോലെ തന്നെ ഈ മെറ്റയൊക്കെ, പ്രത്യേകിച്ച് വാട്സാപ്പിലൊക്കെ മെറ്റയൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു വർക്കോ ചെറിയൊരു പ്രോജക്റ്റോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കുട്ടികളൊക്കെ അത് മെറ്റ വഴിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ChatGPTയോ ഇനി അതല്ലെങ്കിൽ ജാമിനിയോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അവർ പെട്ടെന്ന് അതിൻ്റെ ആൻസർ കണ്ടെത്തും. നമുക്കൊരു വലിയ ചലഞ്ചാണ്, അധ്യാപകർക്ക് വലിയ ചലഞ്ചാണ്. കാരണം നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ്, അത്ര പെർഫെക്റ്റ് നോളജിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ ഒരു പക്ഷേ ഞാനൊക്കെ എൻ്റെ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു 1-2 അബദ്ധങ്ങളൊക്കെ പറഞ്ഞാൽ പോലും കുട്ടികളുടെ ഇടയിൽ അതൊന്നും ആരും അറിയില്ല. പക്ഷേ ഇന്നത്തെ ലോകം അങ്ങനെയല്ല. ഇന്നിപ്പോൾ നമുക്ക് അബദ്ധങ്ങളൊന്നും ആരോടും പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് അവർക്ക് പിടികിട്ടും ഈ സംഭവം ഇതല്ല അതാണ് എന്നുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ICT? ഇതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ബേസിക് പറയുകയാണെങ്കിലും സ്റ്റാഫ് റൂമിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു. ലാപ്ടോപ്പ് ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. ലാപ്ടോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഒരു പാർട്ട് ആൻഡ് പാർസൽ ആണ്, അല്ലേ? നമ്മുടെ ഒരു ലൈഫ് പാർട്ട്ണറെ പോലെയാണ്. നമ്മൾ ഒരു ഫാമിലി മെമ്പറാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ്റെ ഒരു എക്യുപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഭാഗമാണ് ലാപ്ടോപ്പ്. അതുപോലെ ടാബ്, അധ്യാപകർ ഉപയോഗിക്കുന്ന ടാബുകൾ, പിന്നെ കൂടുതൽ എന്തിനു പറയണം, നമ്മുടെ മൊബൈൽ ഫോൺസ് പോലും നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ടീച്ചിങ്ങിനായിട്ട് നമുക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബേസിക് കമ്പ്യൂട്ടർ, പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, അതുപോലെ നെറ്റ്വർക്കിംഗ്. ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ LAN. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നത് LAN ആയിരിക്കും ഉപയോഗിക്കുന്നത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്ഷൻ ആയിരിക്കും നമുക്ക് ഉപയോഗിക്കുക, നമുക്ക് ഉണ്ടാകുക. വൈഡർ ഏരിയ നെറ്റ്വർക്ക് WAN ഒക്കെ ഉണ്ട്. വൈഡർ ഏരിയ നെറ്റ്വർക്ക് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ കോളേജുകളിലൊന്നും സാധാരണ WAN അല്ല, LAN ആണ് ഉപയോഗിക്കാറ്. എന്തായാലും ഇൻ്റർനെറ്റ് ആൻഡ് നെറ്റ്വർക്കിംഗ് ഇന്ന് പാർട്ട് ആൻഡ് പാർസലാണ്. പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതൊക്കെ ഈ ICTയിൽ നമ്മൾ ഇതെല്ലാം എന്താണെന്നും അതുപോലെ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് പഠിക്കുക. കാരണം ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ UGCയുടെ ഈ നെറ്റ് എക്സാമിനേഷന് ചോദിക്കുന്നുണ്ട്. ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് UGC നെറ്റ് പേപ്പർ 1ൻ്റെ കാര്യങ്ങളാണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചത്. ഈ പേപ്പർ 1ൻ്റെ എക്സാമിനേഷൻ പാറ്റേണിനെ അതിനെക്കുറിച്ച് കൂടി പറയാം. ആകെ 100 ചോദ്യങ്ങളാണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്, അങ്ങനെ 200 മാർക്കാണ്. 3 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് UGC നെറ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. മറ്റ് സാധാരണ നീറ്റ് അങ്ങനെയുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ നെഗറ്റീവ് മാർക്സ് ഉണ്ട്. പക്ഷേ ഇവിടെ നെഗറ്റീവ് മാർക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 80% നമ്മൾ ചെയ്യുന്ന ആൻസറുകൾ നമുക്ക് ഉത്തരം അറിയില്ലെങ്കിലും നമുക്ക് ശരി ഉത്തരം എഴുതാൻ സാധിക്കും. നമുക്ക് പൂർണ്ണമായും നമുക്കതിൻ്റെ ആൻസർ അറിയില്ലെങ്കിലും നമുക്ക് ഒരു 80% വരെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കറക്റ്റാക്കി പോകാനുള്ള ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇന്നല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് അതിനു വേണ്ടി തരാം. അപ്പോൾ ഇത്രയാണ് UGC നെറ്റിനെ കുറിച്ച് എനിക്ക് പൊതുവിൽ, അതായത് പേപ്പർ 1നെ കുറിച്ച് ഞാൻ ആധികാരികമായിട്ട് സംസാരിച്ചത്. പേപ്പർ 2 ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്, നമ്മുടെ പേപ്പറിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സ് നമ്മൾ ബ്രീഫായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് പേപ്പർ 2. പേപ്പർ 1 ഇത്രയാണ്. പേപ്പർ 1-നകത്ത് അപ്പോൾ ഒന്നുകൂടെ പറയാം, വളരെ ഓടിച്ചെന്ന് പറഞ്ഞ് തീർക്കുകയാണ്. പേപ്പർ 1-നകത്ത് ആദ്യം ടീച്ചിങ് സ്കില്ല്, രണ്ടാമത്തത് റിസർച്ച് സ്കില്ല്, പിന്നെ ഉള്ളത് ID, അതായത് നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്, DI എന്ന് പറയും, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. പിന്നെ മൂന്നാമത്തത് ICT ആണ്. ICT എന്ന് പറയുമ്പോൾ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. ദെൻ ലാസ്റ്റ് ഇത് ഇത്രയും കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ലോജിക്കൽ റീസണിങ്ങും ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് പേപ്പർ 1-നകത്ത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് സിലബസ് പ്രകാരം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. See you.